സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണ വിധേയമെന്ന ഉന്നതതല യോഗത്തിൽ വിലയിരുത്തൽ. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ജാഗ്രത വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നാണ് വിലയിരുത്തൽ. കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ട്. കോവിഡ് ലക്ഷണങ്ങൾ പലർക്കും കാണിക്കുന്നുണ്ട്. എന്നാൽ അത്തരം പരിശോധനകളൊന്നും തന്നെ ആശുപത്രി നിർദ്ദേശിക്കുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. ഇന്ന് ചേർന്ന യോഗം എന്തൊക്കെ നിഗമനങ്ങളിലേക്കാണ് എത്തിയിട്ടുള്ളത്? അഭിലാഷ്, അത് തന്നെയാണ്. അതായത് പനി ലക്ഷണങ്ങളുമായി ഒരുപാട് പേർ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവരാരും ഈ കോവിഡ് പരിശോധന ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് പരിശോധന ശക്തമാക്കാനുള്ള നീക്കമാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോവിഡ് നിലവിൽ സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമാണ് എന്ന് ഉന്നതതല യോഗം വിലയിരുത്തി എങ്കിൽ പോലും കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് കോവിഡ് കേസുകൾ കുറയുന്നില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം മാത്രം 227 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. രാജ്യത്താകെ 288 പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 227 പേരും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്താകെ 1749 ആക്റ്റീവ് കേസുകളുമുണ്ട്. ഏതായാലും ഈ അനാവശ്യ ഭീതി വേണ്ട എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് തന്നെ ആരോഗ്യവകുപ്പ് എത്തുന്നു. പക്ഷേ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ജാഗ്രത കൂട്ടേണ്ടതുണ്ട്. നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്നുള്ള വിലയിരുത്തലിലേക്ക് തന്നെയാണ് നിലവിൽ എത്തുന്നത്. കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ലക്ഷണങ്ങളുള്ളവർ കർശനമായി കോവിഡ് പരിശോധന നടത്തണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നു. ഒപ്പം ഐശ്വര്യ, ഈ നവകേരള സദസ്സ് പോലെയുള്ള ജനസമ്പർക്ക പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികളിലടക്കമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇനി വരാൻ പോകുന്നത് ക്രിസ്മസ് സീസണാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾക്ക് അവധിയാകുന്നു. ടൂറിസം മേഖലയിലേക്കടക്കം കൂടുതൽ ആളുകൾ കടന്നു ചെല്ലുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇത്തരം പശ്ചാത്തലങ്ങളെ ഒന്നും മുന്നിൽ കാണേണ്ടതില്ല എന്നുള്ളതാണോ യോഗത്തിന്റെ വിലയിരുത്തൽ? ആ രീതിയിലുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല. അതായത് നവകേരള സദസ്സ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇനി തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് കേസുകൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് കനത്ത ജാഗ്രത വേണമെന്ന് പറയുന്നു. പക്ഷേ നവകേരള സദസ്സ് അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും കർശന ജാഗ്രത വേണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോവിഡ് കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കോവിഡ് പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ഒരുപാട് പേർ നേരത്തെ അഭിലാഷം സൂചിപ്പിച്ചതുപോലെ പനി ലക്ഷണങ്ങളുമായി ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അവർ കർശനമായി ഈ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. പരിശോധന ഈ കോവിഡ് ലക്ഷണങ്ങൾ കാണിച്ചാൽ സാധാരണഗതിയിൽ പനി ലക്ഷണം എന്ന് കരുതി മരുന്ന് കൊടുത്തു വിടാതെ കൃത്യമായി പരിശോധനകൾ നടത്തണമെന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മറ്റ് നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ആരോഗ്യവകുപ്പ് ജാഗ്രത വേണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം ചികിത്സയ്ക്ക് മുതിരാതിരിക്കുക, ആശുപത്രികളെ തന്നെ സമീപിക്കുക.